തൃക്കാക്കര MLA ഉമാ തോമസിന് പരിക്കേറ്റു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ 1-ാം നിലയിൽ നിന്ന് വീണാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ MLA ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. MLA വെന്റിലേറ്ററിൽ തുടരുന്നു എന്നാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും അറിയുവാൻ സാധിക്കുന്നത്. തലച്ചോറിൽ ക്ഷതമേറ്റെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡോക്ടർമാരുടെ വാക്പ്രതികരണം കാണാം. ചെല്ലുമ്പോൾ ആംബുലൻസിൽ ഓൾറെഡി പേഷ്യൻറ്റിനെ കയറ്റിയിട്ടുണ്ട്. പേഷ്യൻറ്റിന് ആക്ച്വലി ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. നല്ല ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആംബുലൻസിൽ വെച്ച് തന്നെ എല്ലാം വൈറ്റൽസ് എല്ലാം നോക്കി. അപ്പോൾ ആൾക്ക് BP മെയിൻറ്റെയിൻഡ് ആകുന്നുണ്ട്. പക്ഷേ ഓക്സിജൻ അളവ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ ഓക്സിജൻ കണക്ട് ചെയ്തു. പിന്നെ പൾസ് എല്ലാം മെയിൻറ്റെയിൻഡ് ആകുന്നുണ്ട്. പക്ഷേ നല്ല ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത്. വേറെ കൂടുതൽ ഇനിയിപ്പോൾ CT സ്കാൻ എടുത്താൽ എന്തെങ്കിലും ആഴത്തുള്ള ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടോ എല്ലാം അറിയാൻ പറ്റും. സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്. സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്. പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആൾ വെന്റിലേഷനിലാണ്. നമ്മൾ ബാക്കി ബോഡി കംപ്ലീറ്റ് എക്സ്റേ എടുത്ത് നോക്കി. കാരണം ഇത്രയും മോളിൽ നിന്ന് വീഴുമ്പോൾ പല മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് പോളിട്രോമ ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ആ പോളിട്രോമാസ് കാണുന്ന ഫ്രാക്ചേഴ്സ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും എക്സ്റേസും ഒക്കെ എടുത്ത് നോക്കി. ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിലുള്ളൊരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി ആൻഡ് കുറച്ച് ഈ ഫേഷ്യൽ ബോണിലൊക്കെ കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആൾ വെന്റിലേറ്ററിലാണ്. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവെൻഷനോ ഒരു സർജറിയുടെ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ് നമ്മളിപ്പോൾ OT-ലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് സ്യൂച്ചറിങ് നല്ല സ്കാൽപ്പ് സ്യൂച്ചേഴ്സ് ഉണ്ട്. കാരണം നല്ലോണം ബ്ലീഡിങ് ഉണ്ട്. ആൾ വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് റിബ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല. ഇഷ്യൂസ് ഒന്ന് സെറ്റിലായിട്ട് BP ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് ഒന്ന് റിക്കവർ ചെയ്യാനുള്ളൊരു ടൈം പീരീഡ് കൊടുത്തിട്ട് വിൽ സ്ലോലി സീ വാട്ട് ദ റെസ്പോൺസ് ഈസ്. തിരക്ക് കൂട്ടുന്നതിൽ കാര്യമില്ല. കുറച്ച് ടൈം എടുക്കുന്ന ഇഞ്ചറീസാണ്. ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല. ലങ് കണ്ടീഷൻ കുറച്ച് കാര്യമായിട്ടുണ്ട്. ഇറ്റ് ഈസ് മോർ ഓൺ ദ റൈറ്റ് സൈഡ് ബട്ട് ഇറ്റ് ഈസ് മാനേജബിൾ എന്ന രീതിയിലാണ്. പക്ഷേ ലങ്ങും ബ്രെയിനും രണ്ടും ഇഞ്ചേർഡ് ആയതുകൊണ്ട് വീൽ ഹാവ് ടു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് വീൽ ഹാവ് ടു കൺസിഡർ ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇഞ്ചേർഡ് അറ്റ് ദിസ് മൊമെൻറ്റ്. സമഗ്ര വിവരങ്ങളുമായി അർച്ചന ചേരുന്നു കൊച്ചിയിൽ നിന്നും. അർച്ചന, ഈ ഒരു ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, അതിനോടൊപ്പം തന്നെ സ്പൈനൽ കോഡിന് ചെറിയ ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. എമർജൻസി ആയിട്ട് സർജറി ആവശ്യമില്ലെങ്കിലും പെട്ടെന്നുള്ള റിക്കവറി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നും ഡോക്ടർമാർ പറയുന്നു. എന്താണ് നമുക്ക് ഈ ഒരു വാർത്ത, എന്താണ് ഇനി വൈകുന്നേരം ഉമാ തോമസിന് സംഭവിച്ചത്, എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ? വെന്റിലേറ്ററിൽ തുടരുകയാണ്. 24 മണിക്കൂറാണ് ഒബ്സർവേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുക എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. കാരണം തലച്ചോറിലും അതുപോലെ വാരിയലിലും ശ്വാസകോശത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഇത് സാരമായ പരിക്കുകളാണ്. അത് പതിയെ, അതായത് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നതനുസരിച്ച് അതിൽ നിന്നും മോചിതയാകുകയുള്ളൂ. അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കുക. എന്തായാലും നിലവിൽ വിദഗ്ധ ചികിത്സയാണ് ഉമാ തോമസിന് ആവശ്യം. അതുതന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്നതും. ന്യൂറോ സർജൻ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഉമാ തോമസിൻ്റെ ചികിത്സയ്ക്കായി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവർ കോട്ടയത്ത് നിന്നും 11 മണിയോടെ എത്തും. അതിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും മുന്നോട്ടുള്ള ചികിത്സാ രീതികൾ ക്രമീകരിക്കുക. നിലവിൽ ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. 24 മണിക്കൂറാണ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാവുക. എന്തായാലും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല അടിയന്തരമായ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും മെഡിക്കൽ സംഘം വന്നതിന് ശേഷം അത് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുമെന്നാണ് അറിയുന്നത്. 6:30 കൂടിയാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു അപകടമുണ്ടാകുന്നത്. ഉമാ തോമസ് MLA 12,000 ഈ ഭരതനാട്യ നൃത്തക്കാർ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുകയായിരുന്നു. അതിനിടെ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വേദിയിലുണ്ട്. VIP ഗാലറിയിലേക്ക് മന്ത്രി പ്രവേശിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ VIP ഗാലറിയിൽ നിന്നും 20 അടി താഴ്ചയിലേക്ക് ഉമാ തോമസ്
MLA നിലത്തേക്ക് വീണത്. അതിനിടെ ഈ കോൺക്രീറ്റിൽ നിന്നും അതുപോലെ മറ്റ് കമ്പി എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും പരിക്കേൽക്കുകയായിരുന്നു. തലയ്ക്കാണ് കാര്യമായി പരിക്കേറ്റത്. തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട്. ഈ കോൺക്രീറ്റിൽ നിന്നും ഇടിച്ചാണ് ഇത്തരത്തിൽ ക്ഷതമേറ്റതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നു. എന്തായാലും വലിയൊരു ദുരന്തം അതുതന്നെയാണ് ഇന്ന് വൈകിട്ട് 6:30 കൂടി ഉണ്ടായത്. 12,000 ആളുകൾ പരിപാടിക്ക് പങ്കെടുക്കുവാൻ നിമിഷ നേരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഉമാ തോമസ് MLA പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തി. മന്ത്രി സജി ചെറിയാനോട് വേദിയിലുള്ളവരോടെല്ലാം സംസാരിച്ചാണ് മന്ത്രി സ്വന്തം ഇരിപ്പിടത്തിലേക്ക് നീങ്ങുന്നത്. അതിനിടെ ഇത്തരത്തിൽ അവിടെ സ്ഥാപിച്ച ഒരു കമ്പി അതിൽ പിടിച്ചു നിൽക്കവെയാണ് ഇത് താഴോട്ടേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കുക. ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത് അതാണ്. അത്തരത്തിൽ സുരക്ഷാ പാളിച്ചയുണ്ടോ എന്ന പരിശോധിക്കുമെന്ന കാര്യമാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. എന്തായാലും ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ ഈ ഒരു VIP താൽക്കാലികമായി നിർമ്മിച്ചൊരു VIP ഗാലറിയാണ്. അവിടെയാണ് ഉമാ തോമസും മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ എത്തിയത്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുകയും ചെയ്യുന്നത്. നമ്മളെല്ലാം തന്നെ അതിൻ്റെ ദൃക്സാക്ഷികളാണ്. കാരണം നമ്മളെല്ലാം മുന്നിൽ നിന്നാണ് ഉമാ തോമസ് MLA ഇത്തരത്തിൽ 20 അടി താഴ്ചയിലേക്ക് പതിക്കുന്നത്. എന്നാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി പ്രധാനമായും ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് 24 മണിക്കൂർ സമയം വേണം. അതിന് ശേഷമായിരിക്കും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പറയാൻ കഴിയുക. മാത്രമല്ല നിലവിൽ ഈ ക്ഷതമേറ്റ ഭാഗങ്ങളല്ല, അതായത് വാരിയല്, ശ്വാസകോശം, അതുപോലെ തലച്ചോറൊക്കെ പതിയെ റിക്കവർ ആവുന്ന ഏരിയകളാണ്. അതുകൊണ്ട് തന്നെ സമയം ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു വിവരങ്ങൾ പുറത്തേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് പതിയെ ഇതിൽ നിന്നും റിക്കവറായി വരികയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുക്കും. എന്തായാലും നിലവിൽ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് തൃപ്തികരമാണെന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. കാരണം ഈ തലച്ചോറിനും അതുപോലെ ശ്വാസകോശത്തിനും വാരിയലിനെല്ലാം ഏറ്റ പരിക്ക് ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ വീഴ്ചയിൽ രക്തമടക്കം കട്ട പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നോർമലായി വരാനുള്ള സമയമെല്ലാം എടുക്കും. അതുകൊണ്ട് തന്നെ പതിയെ ഈ ചികിത്സ തുടർന്ന് വിദഗ്ധമായ ചികിത്സ നൽകി പതിയെ മുക്ത ആകുകയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും 24 മണിക്കൂറാണ് നിലവിൽ സമയം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് വരും. എന്തായാലും നിലവിൽ കോട്ടയത്ത് നിന്നും വിദഗ്ധ സംഘം, അതായത് ഉമാ തോമസ് MLAയുടെ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് സർക്കാർ. ആ സംഘം 11 മണിയോടെ എത്തും. തുടർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മുന്നോട്ടുള്ള ചികിത്സാ രീതികൾ ക്രമീകരിക്കും. നിലവിൽ എന്തായാലും വെന്റിലേറ്ററിൽ തുടരുകയാണ്. 24 മണിക്കൂറിന് ശേഷം ഒരു കൃത്യമായ വിവരം തരാൻ ആശുപത്രി അധികൃതർക്ക് കഴിയും. സിന്ധൂരി. അതെ, ഉമാ തോമസിന്റെ നിലവിലത്തെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. 24 മണിക്കൂറിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു വിവരം പറയുവാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു അപകടം സംഭവിച്ചതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു അന്വേഷണവും ഇതിനോടൊപ്പം തന്നെ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു വാർത്തയോടെ വിശദമായ വിവരങ്ങൾ നൽകിയത് അർച്ചനയാണ് കൊച്ചിയിൽ നിന്നും.